ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ബൺ പോലെ ഇരിക്കുന്ന ബൺ ദോശ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നില്ലേ, അതിന് 2 ടിൻ അരി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടിയിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് 5-6 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ള അവൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവൽ ഏതവലായാലും കുഴപ്പമില്ല, വെള്ളയായാലും ബ്രൗൺ കളറായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവമില്ലേ, അതേ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. മാവ് നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഞാൻ തലേ ദിവസം രാത്രിയിലാണ് അരച്ച് വയ്ക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ മാത്രമേ ചുട്ടെടുക്കുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നമ്മുടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം രാവിലെ നോക്കാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് കുറച്ച് കാര്യം കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഉഴുന്നുപരിപ്പിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ കളർ ചെറുതായി ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നമുക്കിതങ്ങ് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും ഒക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം, ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ. ഇപ്പോൾ നമ്മുടെ ബൺ ദോശ റെഡിയാക്കാനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിനായി അല്പം കുഴിയുള്ള ഒരു പാൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എണ്ണ തൂത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1.5 മിനിറ്റ് സമയത്തോളം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല ബൺ പോലെ പൊങ്ങി വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിർബന്ധമില്ല. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും 1/2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയില്ലേ, അതിൽ ഒരു ബൺ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 തവി മാവേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നല്ല കുഴിയുള്ള ചട്ടി ആയതുകൊണ്ടാണ് 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നേരത്തേതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ 1.5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിയുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിരിച്ചിട്ട് വീണ്ടും 1/2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബൺ ദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരാൾക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അടിപൊളിയായിട്ട് വയറ് നിറയും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരല്പമെങ്കിലും വെറുതെ കറിയൊന്നുമില്ലാതെ ഒന്ന് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നോക്കിക്കേ, നല്ല ബൺ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ദോശയാണ്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി
മറക്കാതെ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.